ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ടാലൻറ്റ് ഹണ്ടിൻ്റെ ഇന്നത്തെ 5ാം ക്ലാസ്സിൻ്റെ ഇംഗ്ലീഷ് വർക്ക്ഷീറ്റിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ രണ്ടാമത്തെ യൂണിറ്റ് എടുത്തു അല്ലേ, ലിറ്റർ ടു ഗോഡ്. കൂട്ടുകാരെ, ഞാനിതൊന്ന് വായിച്ചു തരാം കേട്ടോ. വൈറ്റ് ഷീപ്പ് ഓൺ എ ബ്ലൂ ഹിൽ. വെൻ ദ വിൻഡ് സ്റ്റോപ്സ് യു ഓൾ സ്റ്റാൻഡ് സ്റ്റിൽ. വെൻ ദ വിൻഡ് ബ്ലോസ് യു വാക്ക് എവേ സ്ലോ. വൈറ്റ് ഷീപ്പ് വേർ ഡു യു ഗോ. കൂട്ടുകാരെ, അപ്പോൾ നിങ്ങളെല്ലാവരും ഈ കവിത നന്നായി ചൊല്ലി നിങ്ങളുടെ ടീച്ചർക്ക് അതിൻ്റെ ഓഡിയോ ക്ലിപ്പ് അയച്ചു കൊടുക്കുക കേട്ടോ. വൈ ഡു ദ ക്ലൗഡ്സ് മൂവ്? എന്തുകൊണ്ടാണ് മേഘങ്ങൾ മൂവ് ചെയ്യുന്നത്, അതായത് ചലിക്കുന്നത്? ദ വിൻഡ് മൂവ്സ് ദ ക്ലൗഡ്സ് അല്ലേ, കാറ്റടിച്ചിട്ടാണ് മേഘങ്ങൾ ചലിക്കുന്നത്. വൈ ഡു ദ ക്ലൗഡ്സ് സ്റ്റോപ്പ്? എന്തുകൊണ്ടാണ് മേഘങ്ങൾ നിന്നത്? വെൻ ദ വിൻഡ് സ്റ്റോപ്പ് ദ ക്ലൗഡ്സ് സ്റ്റോപ്പ്. കാറ്റ് നിൽക്കുമ്പോൾ മേഘങ്ങളും നിൽക്കും. വേർ ഡു ദ ഷീപ്പ് സ്റ്റാൻഡ്? എവിടെയാണ് ഷീപ്പ്, ചെമ്മരിയാട് നിൽക്കുന്നത്? ദ ഷീപ്പ് സ്റ്റാൻഡ്സ് ഓൺ എ ബ്ലൂ ഹിൽ. നീല മലയിലാണ് ആര് നിൽക്കുന്നത്? ആ ഷീപ്പ്, ചെമ്മരിയാട് നിൽക്കുന്നത്. വാട്ട് ഈസ് ദ ബ്ലൂ ഹിൽ ഹിയർ? ഇവിടെയുള്ള നീലമല എന്ന് പറയുന്നത് എന്താണ്? ദ സ്കൈ, മേഘമാണ്. കൂട്ടുകാരെ, അപ്പോൾ ഇവിടെ ഒരു കുട്ടി മേഘത്തെ ഷീപ്പായിട്ടും ആകാശം, സ്കൈനെ ബ്ലൂ ഹില്ലായിട്ടുമാണ് കാണുന്നത്. മനസ്സിലായ കൂട്ടുകാരെ? മേഘത്തെ, ക്ലൗഡ്സിനെ വൈറ്റ് ഷീപ്പായിട്ടും സ്കൈനെ ബ്ലൂ ഹില്ലായിട്ടുമാണ് കാണുന്നത്. ഇനി നമ്മളോട് ഒരു പോയം എഴുതാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. ഇവിടെ ആ കുട്ടി മേഘത്തെ വൈറ്റ് ഷീപ്പായി കണ്ടു അല്ലേ. അതുപോലെ തന്നെ നമ്മൾ എന്തിനോടെല്ലാം സംസാരിക്കാറുണ്ട്? നമ്മുടെ പെറ്റിനോട് സംസാരിക്കാറുണ്ട് അല്ലേ. പിന്നെ ഫ്ലവേഴ്സിനോട്, നമ്മൾ നട്ടുവളർത്തിയ ചെടിയോട് നമ്മൾ സംസാരിക്കാറുണ്ട്. അങ്ങനെ നമ്മൾ ഒരുപാട് നമുക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങളോടൊക്കെ നമ്മൾ സംസാരിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു പോയമാണ് നമ്മൾ തയ്യാറാക്കേണ്ടത്. ഇവിടെ കൂട്ടുകാരെ, നമ്മളിവിടെ സണ്ണിനെ കുറിച്ചുള്ള ഒരു പോയമാണ് തയ്യാറാക്കുന്നത്, സൂര്യനെ കുറിച്ചുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് സൂര്യനെ കാണുമ്പോൾ എന്തെല്ലാമായി തോന്നും? ഒരു യെല്ലോ ഫ്ലവർ അല്ലേ, ഒരു മഞ്ഞ പൂവിനെ പോലെ സൂര്യനെ നിങ്ങൾക്ക് തോന്നാറില്ലേ? അപ്പോൾ നമുക്ക് അങ്ങനെയുള്ളൊരു പോയിന്റ് തയ്യാറാക്കാം. Yellow flower on a blue field. When the moon comes, you set in the west. When the moon goes, you rise in the east. Yellow flower, where do you hide? Yellow flower, മഞ്ഞപുഷ്പമേ. On a blue field, നീല വയലിലുള്ള മഞ്ഞപുഷ്പമേ. When the moon comes, ചന്ദ്രൻ വരുമ്പോൾ, you set in the west, നീ വെസ്റ്റ് ഭാഗത്തേക്ക് പോയിട്ട് അസ്തമിക്കും. വെൻ ദ മൂൺ ഗോസ്, ചന്ദ്രൻ പോയി കഴിയുമ്പോൾ ഈസ്റ്റ് ഭാഗത്ത് വന്ന് ഉദിക്കും. യെല്ലോ ഫ്ലവർ, മഞ്ഞപുഷ്പമേ. വെർ ഡു യു ഹൈഡ്? നീ എവിടെയാണ് ഒളിക്കുന്നത്? അതുപോലെ തന്നെ നിങ്ങൾക്ക് മൂണിനെ കാണുമ്പോൾ, ചന്ദ്രനെ കാണുമ്പോൾ എന്തെല്ലാം ആയി തോന്നും? ഒരു സിൽവർ ബോട്ട് അല്ലേ, ഒരു വെള്ളി തോണിയെ പോലെ, ഒരു വെള്ളി പാത്രത്തെ പോലെ, സിൽവർ പ്ലേറ്റ് അല്ലേ. നിങ്ങൾ നോക്കൂ. അപ്പോൾ നമുക്ക് ചന്ദ്രനോട് എന്ത് ചോദിക്കാം? സിൽവർ ബോട്ട് ഇൻ ദ ഡാർക്ക് സ്കൈ. വെൻ ദ സൺ കംസ്, വേർ ഡു യു ഗോ? കറുത്ത ആകാശത്തിലെ, ഇരുണ്ട ആകാശത്തിലെ സിൽവർ ബോട്ടേ, നീ സൂര്യൻ വരുമ്പോൾ എവിടേക്കാണ് പോകുന്നത്? അപ്പോൾ കൂട്ടുകാരെ, ഇത്രയും ആയിരുന്നു ഇന്നത്തെ ക്ലാസ്സിൽ എടുത്തിട്ടുണ്ടായിരുന്നത്. നിങ്ങൾ ഇന്നത്തെ ആക്ടിവിറ്റി ഒക്കെ ചെയ്യാം കേട്ടോ. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ്. ഓക്കെ, ഇനി നമുക്ക് ഹായ് പറയാനുള്ള നമ്മുടെ എല്ലാ കൂട്ടുകാരോടും ഹായ് പറയാം. കിച്ചാപ്പിക്കും ദേവാംഗനയ്ക്കും ഒരു ബിഗ് ഹായ്. റജ ഫാത്തിമയ്ക്ക് ഒരു ബിഗ് ഹായ്. മുഹമ്മദ് ഇർഫാന് ഒരു ബിഗ് ഹായ്. മുബാറക്കിന് ഒരു ബിഗ് ഹായ്. സുജിന, സുരേന്ദ്രൻ, അൻഷിക, അനുദേവ്, 3 പേർക്കും ഒരു ബിഗ് ഹായ്. ശിവദാസന, ശ്യാം സുന്ദറിന് ഒരു ബിഗ് ഹായ്. ഷിബിൻ ബാബു ഒരു ബിഗ് ഹായ്. ഷൈനിക്ക് ഒരു ബിഗ് ഹായ്. ഷംനയ്ക്കും ഒരു ബിഗ് ഹായ് പറയുന്ന എല്ലാവർക്കും ബിഗ് താങ്ക്സ്. അപ്പോൾ നിങ്ങൾ ഇത് കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.